Good morning, all. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാലേ മാം? ആ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വിംബിളിലെ മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എൻ്റെ പേര് അബീന. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അക്യുപഞ്ചറിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനറും കൂടിയാണ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺഫർമേഷൻ ബയാസ് എന്നുള്ളതാണ്. കൺഫർമേഷൻ ബയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റി ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കൺഫർമേഷൻ ബയാസ്. ആ ഒരു ടേം ആയിരിക്കും നമുക്ക് പരിചിതമല്ലാത്തത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ബയാസ് ആണ്, അതായത് ഒരു തിങ്കിങ് മിസ്റ്റേക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ വിശ്വസിക്കുന്ന ആ കാര്യത്തിനോട് പൊരുത്തപ്പെടുത്തുന്ന വിവരങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അതിനെ എതിർക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതായിരിക്കും ഫാക്ട്സ് ചിലപ്പോൾ. അതിനെന്ത് ചെയ്യും? പാടെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, അതിന് ശരിവെക്കുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന് വിരുദ്ധമായ സംഭവങ്ങള്, അതിന് വിരുദ്ധമായ ഫാക്ട്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ ഡെയിലി നമുക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു മൈൻഡിൽ ഒരു ഇതുണ്ടാവും, ഇന്ന് ലേറ്റ് ആയി പോയല്ലോ എന്നുള്ള ഒരു മൈൻഡായിരിക്കും നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവാം. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഇപ്പൊ ചായക്ക് പാൽ എടുപ്പത്ത് വെച്ചു, അപ്പൊ അത് തിളച്ചു പോയി എന്ന് വിചാരിക്കാം. അപ്പൊ വിചാരിക്കും, അതും കൊള്ളായല്ലോ. പിന്നെ നമ്മള് കുട്ടീനെ വിടാനായിട്ട് വണ്ടി ലേറ്റ് ആയി അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ ലേറ്റ് ആയി എന്ന് വിചാരിക്കാം, അപ്പൊ അതും പ്രശ്നമായി. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്ന്, അപ്പൊ എന്താ, അതും മിസ്സായി. അപ്പോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഇത് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാം പ്രശ്നമാവും, എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്, രാവിലെ എഴുന്നേറ്റപ്പോ ലേറ്റ് ആയി എന്നുള്ളത്. ആ ഒരു ലേറ്റ് ആയ സംഭവം തന്നെ നമ്മുടെ മൈൻഡിൽ എന്താണ്, ആ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എന്ത്, നമ്മുടെ ഇന്ന് കാര്യം പോക്കാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സംഭവത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ബ്രെയിൻ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത നെഗറ്റീവ്സ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും കാണിച്ചു തരാം. ഇത് പോസിറ്റീവായിട്ടും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ആളുടെ പോസിറ്റീവ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അയാളിൽ എന്തെങ്കിലും നെഗറ്റീവ്സ്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നെഗറ്റീവ്സിനെ ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഒൺലി എന്ത് ചെയ്യും, പോസിറ്റീവ് മാത്രം കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, എപ്പോഴും നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, മർഫീസ് ലോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ആ ടോസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പൊ ബട്ടർ തേച്ച ഭാഗം തന്നെ താഴേക്ക് വീഴുന്ന ആ ഒരു ഇത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന. നമുക്കതിന് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്, ആ ഒരു തിങ്കിങ് പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡിഫറൻസ് വരും എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. അപ്പോ ഇത് എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബസ് കാത്ത് നിൽക്കുമ്പോ നമുക്ക് എന്താണ്, നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് ആ ബസ് ഒഴികെ ബാക്കി എല്ലാ ബസ്സും നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും.
അതുപോലെ തന്നെ നമുക്കിപ്പോ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കൈ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ട്, അവിടെ തന്നെ തട്ടുള്ളൂ എപ്പോഴും എന്നൊക്കെ നമ്മൾ എപ്പോഴും പരാതി പറയാറുണ്ട് അല്ലെ. ആ കൈ പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ തട്ടി, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? അല്ലാത്ത ഭാഗത്തും അല്ലാത്ത സമയത്തും മുട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, ആ ഒരു സമയത്ത് മാത്രമേ ഇത് മുട്ടുന്നുള്ളൂ, എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാത്രമേ വരുന്നുള്ളൂ, എനിക്ക് മാത്രമാണ്, എന്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളൊരു തോട്ടിലേക്കാണ് നമ്മൾ വരാം. നമ്മൾ കേട്ടിട്ടുണ്ട്, വിജയൻ മാഷ് ഉണ്ടല്ലോ, വിജയൻ മാഷിന്റെ ഒരു കോട്ട് ഉണ്ട്: വെറുക്കുമ്പോൾ നിങ്ങൾ വെറുക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോകും, ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും തേടിപ്പോകും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അല്ലെ. ഈ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദോഷങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗുണങ്ങളായിട്ടായിരിക്കും കാണാം. ഇനി നിങ്ങളോട് അകറ്റാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണെങ്കിലോ, അത് ഗുണങ്ങൾ പോലും ദോഷങ്ങളായിട്ടായിരിക്കും നിങ്ങൾ കാണുക. അപ്പൊ ഇതൊരു ഫാക്റ്റ് ആണ് അല്ലെ. നമ്മുടെ ആ ഒരു മനുഷ്യന്റെ ഒരു നേച്ചർ തന്നെ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ എന്താണോ ആ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പുറകെ പോകുന്ന അത് തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ട്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിനെ കൂടുതൽ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ കാലിൽ പാമ്പ് കടിച്ചു, അവൻ പൊട്ടക്കിണറ്റിൽ വീണെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദുരിതങ്ങളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഡ് തിങ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, എന്റെ ലൈഫിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഇവന്റ്സ് നടക്കുന്നത്, എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെയാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് എന്താണ്, നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതിന് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയി കഴിയുമ്പോ നമ്മൾ ഇപ്പൊ എവിടെ പോയാലും നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കും കാണുക അല്ലെ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ എന്താണ്, നമ്മളൊരു കാറ് വാങ്ങിച്ചെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് വിചാരിക്കാം. ആ ഒരു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എന്തായിരിക്കും, ആ ഒരു കാറ് മാത്രമായിരിക്കും നമുക്ക് കാണാനുണ്ടാവുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് ഉണ്ടായി, ആ അസുഖങ്ങള് നമ്മൾ വിചാരിക്കും ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ അസുഖം എന്ന് വിചാരിക്കും. പക്ഷെ ആ അസുഖം പിന്നെ വേറെ ആൾക്ക് ഇപ്പൊ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്റെ അവിടുത്തെ കസിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ നൈബറിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേർക്ക് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിനെ ശരിക്കും കൺഫേം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ മനുഷ്യന്റെ നേച്ചർ തന്നെയാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൺഫർമേഷൻ ബയാസ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ബ്രെയിന്, നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മടിയനാണ് അല്ലെ. എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ബ്രെയിനിന് ഇഷ്ടമുള്ളൂ. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശീലിച്ചു പോരുന്ന സംഭവങ്ങൾ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പഴയ വിശ്വാസങ്ങളൊന്നും മാറ്റാനായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ അതിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് പണിയെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമൊക്കെ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് സമ്മതിക്കൂല, പുതിയതായിട്ട് ചിന്തിക്കാനും പുതിയതായിട്ട് എന്താ അത് ചെയ്യാനും ഒന്നും അത് ബ്രെയിൻ സമ്മതിക്കില്ല. അപ്പൊ ഈ കൺഫർമേഷൻ ബയാസിലാവുമ്പോ നമ്മൾ വിശ്വസിച്ച് പോരുന്ന സംഭവങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് അതിനെ അതാണ് നീ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ നീ വിശ്വസിച്ചതാണ് ശരി എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് കാണിച്ചു തരാം. അപ്പൊ അത് എന്താണ്, ഈസി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിചിതമായിട്ടുള്ള നമ്മൾ പിന്തുണയ്ക്കുന്ന വിവരങ്ങൾ മാത്രമായിരിക്കും അത് കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പൊ ഈ കൺഫർമേഷൻ ബയാസ് നമുക്ക് എല്ലാ മേഖലകളിലും, നമ്മുടെ ജീവിത മേഖലകളിലെ എല്ലാ തലത്തിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, റിലേഷൻഷിപ്സിലായിക്കോട്ടെ, തൊഴിൽ മേഖലയിലായിക്കോട്ടെ, അതുപോലെ തന്നെ പൊളിറ്റിക്സിലായിക്കോട്ടെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, ആ കുട്ടി ഭയങ്കര കുരുത്തക്കേടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു കുട്ടിയാണെങ്കിൽ
ആ അധ്യാപകൻ പിന്നെ എന്തായിരിക്കും കാണുക, ആ കുട്ടിയിലുള്ള ആ ഒരു നെഗറ്റീവ്സ് മാത്രം പിന്നെ അത് ആ അധ്യാപകൻ കാണുന്നുണ്ടാവുള്ളൂ. അത് എന്ത് നല്ല, ചിലപ്പോ ആ കുട്ടി നല്ല ആർട്ട്പരമായിട്ട് ഭയങ്കര നല്ലതായിരിക്കും, ഡ്രോയിങ് അങ്ങനത്തെ സ്പോർട്സിലൊക്കെ നല്ല മികച്ചതായിരിക്കും. പക്ഷെ ആ അധ്യാപകൻ എന്ത് ചെയ്യില്ല, അതിലൊന്നും ഫോക്കസ് ചെയ്യില്ല, ആ കുട്ടി പഠിക്കില്ല എന്നുള്ള രീതിയിൽ എഴുതി തള്ളാനായിരിക്കും ആ അധ്യാപകനെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത് ഈ കൺഫർമേഷൻ ബയാസ് വെച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചാണ് കേട്ടോ. മറ്റുള്ള കേസിൽ ഇത് ഈ തിങ്കിങ് പാറ്റേൺ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നവര് നല്ല രീതിയിൽ ചെന്ന് ചിന്തിക്കും എന്നുള്ളതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ കുട്ടി എന്തായിരിക്കും, ഒന്നിനും കൊള്ളില്ലാത്ത, അല്ലെങ്കിൽ എപ്പോഴും ആ അധ്യാപകൻ വിശ്വസിച്ച് പോരുന്ന സംഭവങ്ങളെ കൺഫേം ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് ആ കുട്ടിയിൽ കാണുന്ന ഓരോ സംഭവങ്ങളും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ റിലേഷൻഷിപ്സിലായിക്കോട്ടെ ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. അത് ഒരു കേസ് പറയാം ഞാൻ. ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലേഡി സെക്കൻഡ് മാരേജ് ആണ്. അപ്പോ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര സങ്കടം, എപ്പോഴും ഇങ്ങനെ കരച്ചിൽ വരിക, വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, റൂം അടച്ചിരിക്കണം, അങ്ങനെ മറ്റുള്ളവരായിട്ടൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലാണ് ആ ലേഡി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ലേഡിയുടെ അടുത്ത് എന്താണ് പ്രശ്നം, എന്താണ് അങ്ങനെ സങ്കടം വരാനുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോ അത് എനിക്കറിയില്ല, എനിക്ക് എന്താന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു ഹാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയെന്ന് എടുത്ത് പറയാനായിട്ട് പറഞ്ഞപ്പോ ആ ലേഡി പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഉള്ള ഹസ്ബൻഡിന്റെ അടുത്ത്, അതായത് ആ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോ അതിന് പറയണമെന്നുണ്ട്, എനിക്ക് എന്താ സാധനങ്ങൾ ഇങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം സാധനങ്ങൾ തീർന്നു പോയി എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാനായിട്ട് ഭയങ്കര ഒരു പേടി, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റിപ്ലൈ എന്നുള്ള ഒരു ടെൻഷനും പേടിയും ഒക്കെ കാരണം അത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. എന്തും ആവട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ആ ലേഡി ചോദിച്ചു, ഞാന് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, അന്ന് ഞാൻ പോയി വാങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോ ആ ഹസ്ബൻഡ് നല്ല കൂളായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, പോയി വാങ്ങിക്കോ എന്ന്, നീ പോയി വാങ്ങിക്കോ എന്ന് പെർമിഷൻ കൊടുത്തു. ഇത് ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ആ ലേഡീനെ സംബന്ധിച്ച് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു റിപ്ലൈ അല്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിന് എന്താണ് അങ്ങനെ ഒരു നമ്മളിപ്പോ നോർമലി നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഒരു സംഭവം, ഇത്രയും വലിയ സംഭവമാണോ ഇത് എന്ന് വിചാരിക്കും. പക്ഷെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന, അതായത് ഫസ്റ്റ് മാരേജിൽ ഉണ്ടായിരുന്ന ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത്രയും റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല, എവിടെയെങ്കിലും പോകാനും സമ്മതിക്കില്ല, ആരോട് സംസാരിക്കാനും സമ്മതിക്കില്ല, ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല, ഈവൻ പാരന്റ്സിനോട് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോൺ ചെയ്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് അത് ഡിവോഴ്സ് വാങ്ങിയത്. ഇപ്പൊ ഡിവോഴ്സ് വാങ്ങിയ ഒരു 2 വർഷത്തോളം എന്ത് ചെയ്തു, എവിടെയും പുറത്തു പോലും ഇറങ്ങാതെ, ഒരു പ്രോഗ്രാമിന് പോകാതെ, ആരോട് സംസാരിക്കാതെ, അത്രയും ഒരു അങ്ങനത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്നാണ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പേരൻസ് എന്ത് ചെയ്തത്, സെക്കൻഡ് മാരേജ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇതില് ഈ ലേഡിയുടെ ആ ഒരു കൺഫർമേഷൻ ബയാസ് എന്താണ്, എല്ലാ പാർട്ട്നേഴ്സും ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് എന്നുള്ള ഒരു വിശ്വാസം. ഈ ഹസ്ബൻഡ് ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ സംഭവങ്ങളൊന്നും ആ ലേഡിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഹസ്ബൻഡിനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്നെ തിരിച്ച് സ്നേഹിക്കോ, അല്ലെങ്കിൽ മറ്റേ ആളെ പോലെ ആയിരിക്കോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചിന്തകളായിരുന്നു എന്ത് ചെയ്തത്, ഈ ലേഡീനെ സ്വാധീനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളുടെ പോസിറ്റീവ്സ് ഒന്നും, നല്ല ഒരു ഹസ്ബൻഡ് ആയിരുന്നു, പക്ഷെ നല്ല സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇവർക്ക് ആ ഒരു സ്നേഹം കാണാനോ അത് അനുഭവിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് റിലേഷൻഷിപ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഈ കൺഫർമേഷൻ ബയാസ് നമ്മളെ വളരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഈ കൺഫർമേഷൻ ബയാസ് ഇത്തരത്തില് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന് ഇപ്പൊ പോസിറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ പോസിറ്റീവ്സ് മാത്രമായിരിക്കും നമ്മൾ കാണാം. അപ്പൊ അവിടെ നെഗറ്റീവ്സ് കണ്ടില്ലെങ്കിലും അതും പ്രശ്നമാണ് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ കൺഫർമേഷൻ ബയാസിനുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഹൗ ടു റെഡ്യൂസ് കൺഫർമേഷൻ ബയാസ് എന്നുള്ളത്.
അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു തോട്ട് വരുമ്പോ ഇത് എനിക്ക് തെറ്റിയതായിരിക്കോ, അങ്ങനെ തന്നെ ആയിരിക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, ഇട്ടുകൊടുക്കാം. നമുക്ക് തെറ്റിയതായിരിക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് അതിനെ ചുറ്റിപ്പറ്റി പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഇപ്പൊ വിഷമമുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ബ്രെയിനോട് ഇന്നത്തെ ദിവസം ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പാല് തിളച്ചു പോയി, അല്ലെങ്കിൽ കുട്ടീനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായാലും നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാം. എന്ത് ചെയ്യാം, എനിക്ക് എന്താണ് ഇന്ന് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യം ഏതാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രെയിനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ തെളിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോ പിന്നെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, ദൈവം നല്ലത് വിധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് നടക്കുന്ന എല്ലാ നല്ല സംഭവങ്ങളും എന്താണ്, ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ്. പിന്നെ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് അല്ലെ. അതിന് വെറുതെ നമ്മൾ ദൈവത്തിനെ വിധിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് പഴിക്കാനൊന്നും പാടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹാപ്പി ആവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ ചിലപ്പോ നമുക്ക് നമ്മുടെ മോളെ കൊണ്ടുവന്ന ഇപ്പൊ ലേറ്റ് ആയാൽ തന്നെ നമ്മളെ മോളെ ഒന്ന് ഹഗ് ചെയ്യുക അല്ലെ, ഒന്ന് നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യുക, അത് നല്ല മൈൻഡ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, ഹഗ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് കുറച്ചു നേരം ഇരിക്കാം. നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആയിട്ട് കുറച്ചു നേരം ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുക. ഇതൊക്കെ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആകുന്നതിനും നമ്മുടെ ആ ബോഡിയിലെ ഫ്രീക്വൻസി ലെവലൊക്കെ ഒന്ന് കുറച്ചിട്ട് അതിനെ നല്ല രീതിയിൽ മാറ്റി നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ആക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ബോഡി ടെമ്പറേച്ചർ ഒക്കെ മാറിയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള അവയർനെസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ജീവിതത്തിൽ എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, വേദനയും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ കൂടിക്കലർന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൽ ഏത് വേണം നമുക്ക് എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ചില ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോ എന്തെങ്കിലും ഇപ്പൊ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളെ അടുത്ത് ചോദിക്കുമ്പോ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും വേദനയാണ്, എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും അവരുടെ അടുത്ത്, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഇത്രയല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ എപ്പോഴും ഇങ്ങനെ വേദനകളാണ്, എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നല്ല വാക്ക് കേൾക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താണ്, അതനുസരിച്ചിട്ടുള്ള പ്രൂഫ്സ് ആയിരിക്കും എപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നല്ലത് മാത്രം പ്രതീക്ഷിച്ച് നല്ലത് മാത്രം ചെയ്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നല്ല ഹാപ്പി ആയിട്ട് ജീവിതം നയിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. അതൊക്കെ ഷെയർ ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനോട് ആഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു റോസ്. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇതിനെ എന്തെങ്കിലും കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാനുണ്ടോ? പറയാൻ അറിയുന്ന ആള് നമ്മുടെ റൌഫ് സാറാണ്. ഫയാസിനെ കുറിച്ച് അരച്ച് കളിച്ച് കുടിച്ച് വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ റൌഫ് സാർ സാറേ, പറഞ്ഞു. റൌഫ് സാർ എന്നെ ഇങ്ങോട്ട് തുടങ്ങട്ടെ.
സർ എനിക്ക് ഗുഡ് മോർണിംഗ് മാം. മീറ്റിംഗിലാണോ? ആ ഓക്കെ. അല്ല ഗുഡ് അല്ല മോർണിംഗ്. ഈ മാം അത് കൺഫർമേഷൻ ബയസിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. നമുക്ക് ഈ ചില അസുഖങ്ങളുടെയൊക്കെ സിംറ്റംസ് നമുക്ക് അറിയായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ മിക്കവാറും എല്ലാ സിംറ്റംസും നമുക്ക് അറിയായിരിക്കും. പിന്നെ നമ്മൾ അസിഡിറ്റി വന്നാൽ പോലും അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിക്കും. അത് ഈ കൺഫർമേഷൻ ബയാസിന്റെ ഭാഗമാണ്. ചെസ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ പെയിൻ വന്നു, ബ്രത്തിങ്ങിന് പ്രോബ്ലം ഉണ്ട്, നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതങ്ങ് ഉറപ്പിക്കും അതാണ് എന്നുള്ളത്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. നമുക്ക് ഈ ഓഫീസിൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങിൽ എപ്പോഴും എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ഈ കൺഫർമേഷൻ ബയാസ്. നമ്മുടെ റിപ്പോർട്ടീസിനോട് ഇത് കാണിക്കാൻ പാടില്ല. അപ്പം നമുക്ക് നേരത്തെ മാം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്താലും നമ്മളത് മൈൻഡ് ആക്കില്ല, എന്ത് തെറ്റ് ചെയ്താലും. അതേസമയം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും നമ്മളതിങ്ങനെ പാർവതീകരിച്ച് കാണിക്കുന്നൊരു, നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു നാച്ചർ ഉണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ മാറ്റിയെടുക്കുക. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. അബി മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാഡം, ഈ സാധാരണ നമ്മുടെ അഭിപ്രായങ്ങളും കൺഫർമേഷൻ ബയസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയോ? സാധാരണ അഭിപ്രായങ്ങളും കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും അവർ ചിന്തിക്കൂല. അവരുടെ വിശ്വാസങ്ങൾ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരിക്കും പിന്നെ അവരെല്ലാം കാണാന്നുള്ളത്. അതിനൊരു സയന്റിഫിക് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മള് അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിനെ എന്തൊക്കെയാണ് നമ്മൾ അത് അന്വേഷിച്ച് അതിന്റെ തെറ്റും ശരിയൊക്കെ ശരിക്കും വിവേചിച്ച് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു അഭിപ്രായം എടുക്കുക, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക. ഇതിന് അങ്ങനെ എന്താ നമ്മൾ പറയൂലേ, സ്നേഹിക്കുമ്പോ കണ്ണു മൂക്കുന്നില്ല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. എന്താണോ നമ്മുടെ ആ ഒരു വിശ്വാസങ്ങൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫോക്കസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ? ആ ക്ലാസ് വളരെ നന്നായിരുന്നു. എനിക്ക് അതിൽ നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നിയത് മാം ഇതിനെ കേവലം ഒരു സൈക്കോളജിയുടെ അപ്പുറം ഒരു സ്പിരിച്വലായിട്ടൂടെ കണക്ട് ചെയ്തത് വളരെ നന്നായിട്ട് തോന്നി. പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്, അതായത് എൻ്റെ വിധിയൊക്കെ എങ്ങനെ ദൈവം വിധിച്ചു വെച്ചതാണ്. അങ്ങനെ ചില മതവിശ്വാസികളുടെ ഇടയിൽ നന്മയും തിന്മയും ഒക്കെ ദൈവത്തിൻ്റെ നിന്നാണെന്ന് വിശ്വാസം. പക്ഷെ ശരിക്കും വേദഗ്രന്ഥങ്ങൾ പറയുന്നത് മാം പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നന്മകൾ എന്നിൽ നിന്നും തിന്മകൾ നിന്നിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭൗതികമായ കാരണം ഉണ്ടാകും. നമ്മളത് അന്വേഷിക്കാതെ വിധിയെ പഴിക്കും. അതാണ് മാം കൃത്യമായിട്ട് പറഞ്ഞത്. ഒരു ചെറിയ സൂചന തന്നുള്ളൂവെങ്കിൽ പോലും വളരെ കൃത്യമായിരുന്നു ആ ഒരു ഇത്. അത് ശരിക്കും ഒന്ന് ലാബറേറ്റ് ചെയ്ത് മറ്റൊരു ക്ലാസ്സിലൊക്കെ മാമിന് പറയാൻ കഴിയണമെങ്കിൽ നന്നായിരിക്കും. അതായത് അപ്പോൾ ഭൗതിക കാരണങ്ങൾ അന്വേഷിക്കുക. ഇപ്പം ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടത്, ബിസിനസ്സിൽ പരാജയപ്പെട്ടത്, ബന്ധങ്ങളിൽ പരാജയപ്പെട്ടതിനൊക്കെ ഭൗതിക കാരണങ്ങൾ ഉണ്ടാവും. അതന്വേഷിച്ച് കറക്റ്റ് ചെയ്യാതെ വിധിയാണെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പിടലിക്ക് വെക്കുന്ന ഒരു രീതി ഉണ്ട്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. അവൻ കാരുണ്യവാനായതുകൊണ്ട്. അത് ഞാൻ പറഞ്ഞത് വളരെ നന്നായി. ശരിക്കും എനിക്കത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. താങ്ക് യു മാം. താങ്ക് യു. ഷാജാൻ സാറ് പറഞ്ഞത് കറക്റ്റ് പോയിന്റ് കേട്ടാ. അതായത് നമ്മള് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അത് ദൈവത്തിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അത് നേരെ ദൈവം തന്നുണ്ട്. അത് മുഴുവനും നമ്മള് ഉണ്ടാക്കിയെടുത്ത അസുഖങ്ങളാണെന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, വെരി ഗുഡ് സെഷൻ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഈ കൺഫർമേഷൻ ബയസ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതാണ് ചിന്തിക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ല, അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് വരിക എന്നുള്ളതാണ്. അതിനപ്പൊ എന്ത് ചെയ്യുക, നമുക്കിപ്പോ തെറ്റായ എപ്പോഴും നെഗറ്റീവ്സ് മാത്രമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെ ഇന്ന് എന്താണ് എൻ്റെ ലൈഫിൽ നന്നായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫിൽ എന്താണ് ഒരു ഹാപ്പി ആവാനുള്ള ഒരു ഇവന്റ് ഉണ്ടാവുക എന്നുള്ളൊരു തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതല്ലാതെ അതിനോടൊത്ത് ഇങ്ങനെ സഞ്ചരിക്കാതെ അത് ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ പിന്നെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്താണ് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മുടെ ബ്രെയിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ മാം. ഇപ്പൊ നമുക്കിപ്പം 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ
ഇപ്പൊ ഇളയ കുട്ടിയോട് എപ്പോഴും നമുക്ക് കൂടുതൽ ഓവർ കെയർ ആയിരിക്കുമല്ലോ. അപ്പൊ മൂത്ത കുട്ടി സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇളയ കുട്ടിയെയാണ് ഇഷ്ടം, മൂത്ത കുട്ടിയെക്കാട്ടിൽ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരുപാട് കേസ് അങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോ അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പൊ അതൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ചെറിയ കുട്ടീനെ നിന്നെയും ഈ പ്രായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അവന് നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ഒരു സമയം ആയതുകൊണ്ടാണ് അങ്ങനെ അവനെ നോക്കുന്നത്. നീ ആ സമയത്ത് അറിഞ്ഞിട്ടില്ലല്ലോ, നിന്നെയും ഇത്രയും അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. അന്ന് നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നിന്നെയായിരുന്നു കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു. ഈ കൺഫർമേഷൻ ക്ലാസ് ഒക്കെ ശരിക്കും നമ്മളെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആയിട്ട് വരുന്ന ഇതാണല്ലേ, കണക്ട് ജമ്പിങ് കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ കുറെ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതാണെന്ന് വിശ്വസിച്ചിട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് ഇതൊന്നും പിന്നുള്ള കാര്യങ്ങൾ റിയാലിറ്റി അംഗീകരിക്കൂല. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് അബി മാം. നല്ലൊരു പുതിയ എനിക്കൊക്കെ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ടേംസ് എല്ലാം, പല ടേംസും ഞാൻ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ഫീൽ ആയത്, ഈ ഒരു ടേം നമുക്ക് ഒരു നോർമലി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ആയി. മിസ്അണ്ടർസ്റ്റാൻഡ്, ബട്ട് വി ആർ കൺഫേമിങ് ഇറ്റ്, വി ആർ കൺഫേമിങ് ദാറ്റ് വാട്ട് വി ആർ തിങ്കിങ്. പിന്നെ മാം റിലേറ്റ് ചെയ്തത് നമ്മുടെ ബ്രെയിൻ വന്നിട്ട് ഇത് ട്യൂൺഡ് ആയി പോവാണ്. നമ്മൾ ഒരു കാര്യം പിന്നെ അതിലേക്ക് വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ റെഡിയല്ല. സോ ദീസ് ടു തിങ്സ് അല്ലേ സംതിങ് ഷുഡ് ഓൾവേസ് വർക്ക് ഓൺ ഉള്ളൊരു ഫീലിംഗ് എന്നു. അത് കൂടുതൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ഞാൻ ഫീൽ ആവുന്നത്, ഫാമിലീസിൽ ഒരുപാടുണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ഫാമിലീസിൽ ലൈക്ക് ആ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആവാൻ ഇന്ന ആൾ ഇന്ന കാരണം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. സോ അത് റെക്ടിഫൈ ചെയ്യാൻ ഈ കൺഫർമേഷൻ ബയാസ് നമ്മൾ ആദ്യം അറിഞ്ഞാൽ മാത്രം അതിലിരുന്ന് നമുക്ക് നമ്മുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് മാറി നമ്മുടെ ബ്രെയിനോ നമ്മൾ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ലേൺ ചെയ്ത ഒരു കാര്യം. വളരെ താങ്ക്സ് മാം, വെരി നൈസ് തിങ്. ആൻഡ് ഞാൻ ഈ ടോപ്പിക്ക് ഞാൻ ഇപ്പൊ മാം പറയുമ്പോൾ തന്നെ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ആ വേർഡ് എന്താണ്, അതിലിരുന്ന് എങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ലേൺ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് തന്നെ മാം കാരണം ഉണ്ടായിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മാം, ചന്ദ്ര മാം. ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണത്. നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുള്ളൂ നമ്മൾ. അപ്പോ നമ്മളത് മനസ്സിലായിട്ട് ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ ചിന്തിക്കണം. എന്നിട്ടൊന്ന് കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ട പണി തന്നെയാണത്. നേരത്തെ ആതിര മാം ചോദിച്ച ഒരു കാര്യമല്ലേ ഈ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ 2 കുട്ടികളുണ്ട്. ഒരാളുടെ ബർത്ത്ഡേ ജാനുവരിയും രണ്ടാമത്തെ ആളുടെ ബർത്ത്ഡേ ഒരു ജൂലൈ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ. അപ്പം നമ്മൾ ഈ സെപ്റ്റംബറിൽ ഈ രണ്ടാമത്തെ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് മറ്റേ കുട്ടി സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവനത് ഓർമ്മ ഉണ്ടാവില്ല, കുറേ കാലം കഴിഞ്ഞല്ലോ. അപ്പം അത്തരം സിറ്റുവേഷനിൽ നമ്മൾ അവരോട് പറയണം, എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇന്ന സാധനം വാങ്ങിച്ചു, അതുപോലെ ഈ കുട്ടിയുടെ ബർത്ത്ഡേക്കും വാങ്ങിക്കുകയാണ്. അപ്പം നമ്മൾ എവിഡൻസസ് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഈ മാം പറഞ്ഞ പോലെ ഈ കൺഫർമേഷൻ ബയാസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഓർത്ത് വെക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ഡിസ്കംഫർട്ട് വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് നമ്മുടെ സിംറ്റംസ് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണോ എന്നല്ല. നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ്, അതിലേതൊക്കെ നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. ക്ലോസ്ഡ് എൻഡുകൾ ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. യെസ് ഓർ നോയിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. താങ്ക് യു സർ. അബ്ദുൾ സർ പറഞ്ഞ മാതിരി എനിക്ക് അത് ഫീലായി. പിന്നെ വേറെ ആരോ സംസാരിച്ചു, അതിര മാമാണ് തോന്നുന്നു. ദാറ്റ് ഈസ് ഇപ്പൊ 2 മക്കൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡെയിലി ഫീൽ ആവുന്നുണ്ട്. 2 മക്കള് നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് ഒരു കൺഫർമേഷൻ ബയാസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു കുട്ടീനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
പിന്നെ ഇത് എപ്പോഴും പറയണ മാതിരി ഫസ്റ്റ് ചൈൽഡ് സെക്കൻഡ് ചൈൽഡ് നമുക്കത് നമ്മൾ അൺനോയിങ്ലി ചെയ്തു പോണതാണ്. പക്ഷെ അത് അവരുടെ മൈൻഡിൽ അത് എഫക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നീടുള്ള കുറെ പ്രോബ്ലംസിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുറെ യങ്സ്റ്റേഴ്സ്ക്ക് ഇതൊക്കെ അറിയണത് കൊണ്ട് ഇങ്ങനത്തെ ക്ലാസ് കേൾക്കുമ്പോൾ നേരത്തെ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയലി ആ ഫീലിംഗ് ഇപ്പൊ അബ്ദുൽ സർ ഡിസ്കസ് ചെയ്തപ്പോ എനിക്ക് ഫീൽ ആയതാണ്. താങ്ക് യു സർ. വേറെ ആർക്കൊന്നും പറയാനില്ലെങ്കിൽ മൈൻഡ് അപ്പ് ചെയ്യാം സർ. മൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടാ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കേട്ടുള്ളൂ. ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ തുടങ്ങി എനിക്ക് തീരെ വയ്യായിരുന്നു, സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ. ആ കുട്ടികളുടെ ഇത് പറഞ്ഞത് എനിക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ കേട്ടു. നന്നായി, നല്ലതായി തോന്നി എനിക്ക്. അവരെപ്പോഴും പറയണതാണ്. എനിക്ക് 3 കുട്ടികളാണ്. അതിൽ മൂത്തവർ 2 പേരും വലുതാണ്. 10 വയസ്സിന് താഴെയാണ് മൂന്നാമത്തെ ആള്. അപ്പൊ അവരത് മറന്നുപോയിട്ടുണ്ട്, അവർക്ക് ചെയ്തതൊക്കെ. എപ്പോഴും പറയും, ഉമ്മ എന്താ ചോദിക്കാത്തത്, പറയെന്ന് മറ്റവര് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങളുടെ സമയത്ത് അത് ഇതേപോലെ തന്നെ ആയിരുന്നു. ആ സമയത്ത് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇവരെ സപ്പോർട്ട് ചെയ്യാനിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കൺഫേം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്കത് വേഗം കണക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു മാം. താങ്ക് യു സർ.